ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമ്മൾ ചിന്തിച്ചു വരുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവിക സ്വഭാവങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അവരുടെ തലമുറകൾ ഈ അധ്യായത്തിൽ നമുക്കറിയാം കയീനും ഹാബേലും ഉണ്ടായി വരുന്നതും അവർ യാഗം കഴിക്കുന്നതുമായിരിക്കുന്ന കാര്യമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 4-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു, ഹാബേൽ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വഴിപാട് കൊണ്ടുവന്നു. പക്ഷേ അവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവം കയീൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല, കയീനിലും പ്രസാദിച്ചില്ല എന്ന് നമുക്ക് കാണാം. പക്ഷേ ദൈവം ഹാബേലിൽ പ്രസാദിച്ചു, ഹാബേലിൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ചെറുപ്പം മുതലുള്ളതായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെയൊക്കെ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ദൈവം കയീനും ഏറ്റവും നല്ലതല്ലേ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നേ? അവനൊരു കൃഷിക്കാരനല്ലായിരുന്നോ? അവൻ കൊണ്ടുവന്നതും നല്ലതല്ലേ? ഹാബേലും കൊണ്ടുവന്നത് ദൈവം എന്തുകൊണ്ട് പ്രസാദിച്ചു, കയീനിൽ എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് വചനത്തിലേക്ക് നോക്കുമ്പോൾ നിരവധി ഉത്തരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. ഹൃദയം എന്താണ് എന്നുള്ളത് നോക്കിയാണ് നമ്മൾ ദൈവത്തിന് യാഗമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായി കൊടുക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിനെന്ന്. ഈ ഒരു സമർപ്പണത്തോടെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴും ദൈവം നോക്കുന്ന എത്രത്തോളം സമർപ്പണം, ആ ഹൃദയത്തിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന നമ്മുടെ ജീവിത രീതിയെ, ഹല്ലേലൂയ, നമ്മുടെ ഒരു ആത്മീക മനുഷ്യനെയാണ് ദൈവം നോക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകുവാനായിട്ട് ഇടയായി തീരരുത്. ഞാൻ എന്ത് കർത്താവിന് കൊടുത്തു എന്നുള്ളതല്ല, ഞാൻ ഏത് മനോഭാവത്തോടെ കൊടുത്തു. ഹല്ലേലൂയ, ഞാൻ എൻ്റെ മനോഭാവം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ മനോഭാവം എന്താണ് എന്നുള്ളത് കർത്താവ് നന്നായി നോക്കുന്നുവെന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കയീൻ അങ്ങനെ കോപിക്കുകയാണ്. കയീന് ഏറ്റവും വലിയ കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി എന്ന് നമുക്ക് കാണാം. പക്ഷേ ദൈവം കയീനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കയീനെ, നീ എന്തിനാണ് കോപിക്കുന്നത്? എന്തിനാ നിന്റെ മുഖം വാടുന്നത്? എന്നിട്ട് കർത്താവ് പറയുകയാണ്, നീ കോപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകിയില്ലയോ? നീ നന്മ ചെയ്യുന്നുവെങ്കിലോ, അവിടെ പറയുക, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കയീൻ കോപിച്ചപ്പോൾ ദൈവം പറയുകയാണ്, ഇതവൻ്റെ ജീവിതത്തിലെ ഒരു കുറവാണ്. ദൈവം യാഗത്തിൽ പ്രസാദിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം ദൈവം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കുകയില്ലായിരുന്നോ? അല്ലേ? ദൈവം അതാണ് ചോദിക്കുന്നത്. നീ നന്മ ചെയ്യുന്നെങ്കിലോ, നീ ഒരു കാര്യം ഓർത്തോണം, പാപം എവിടെയാണ് കിടക്കുന്നത്? ഹൃദയത്തിൻ്റെ വാതിൽക്കലാണ് കിടക്കുന്നത്. അതിൻ്റെ ആഗ്രഹം, അത് നമ്മിലേക്ക് തന്നെ ആഗ്രഹം, അതിനെ കീഴടക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതാണ് ഇവിടെ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് നമ്മൾ എടുത്ത് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. കാരണം പാപത്തിൻ്റെ പാപത്തിന് മുഴുവൻ ആഗ്രഹവും നമ്മളോടാണ്, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിനകത്ത് കയറി അത് വസിച്ച് നമ്മുടെ ജീവിതത്തെ ഇല്ലാണ്ടാക്കി കളയണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ കിടക്കുന്നതായിരിക്കുന്ന പാപത്തെ, പാപ സ്വഭാവത്തെ, പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ ദിവസങ്ങളിൽ അതിനെ കീഴടക്കുക എന്നുള്ളത് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് കർത്താവിൻ്റെ ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം എത്രയോ നന്നായിട്ടാണ് അവിടെ കാര്യങ്ങൾ പറഞ്ഞ് കയീന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അവനോട് ദൈവം കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ആ ഭാഗത്തൊന്നും കയീന് അനുദപിക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന ഒരു മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. സദൃശവാക്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു വാക്യമുണ്ട്: ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു, അവൻ
ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്ര അധികം. അത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് അതൊരു വിക്കഡായിട്ടുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ, ദുഷ്ടൻ എന്ന് പറയുമ്പോൾ ഒരു വിക്കഡ് പേഴ്സൺ, അവൻ ആ ദുഷ്ടൻ ആ യാഗം അർപ്പിക്കുന്നത് ദൈവത്തിന് വെറുപ്പാകുന്നു. അത് നമ്മൾ വളരെ ഭയത്തോടെ നമ്മൾ വായിക്കേണ്ടതായിരിക്കുന്ന ഒരു വചനമാണ്. ആ ഒരു ദുഷ്ട മനസ്സോടെ അല്ലെങ്കിൽ ഒരു ദുഷ്ട സ്വഭാവത്തോടെ ഏതെങ്കിലുമൊക്കെ ഉള്ളതായിരിക്കുന്ന പൈശാചികമായിരിക്കുന്ന സ്വഭാവങ്ങൾ, ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ വെച്ചിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഈ യാഗം അർപ്പിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാധന കഴിച്ച് ദൈവം അത് പ്രസാദിക്കുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. കാരണം വചനം വ്യക്തമായി പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ഹന്നയാഗം ദൈവത്തിന് വെറുപ്പായി. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഹല്ലിയ, അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉള്ളതായിരിക്കുന്ന ഒരു യാഗമായിട്ട് വേണം നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ. തിരുസന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ആ ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവഹിതത്തിന് അനുസരിച്ച് ചലിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ദൈവകൃപ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുത്ത് മുന്നേറുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ ആ കർത്താവിനോട് ആർഗ്യുമെൻ്റൊക്കെ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ദൈവം അവിടെ കയ്യനോട് പറയുന്നുണ്ട്, നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല, നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. അവിടെ ദൈവം ഒരു പണിഷ്മെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. കയ്യൻ പറയുന്നുണ്ട്, മറ്റാരെങ്കിലും കണ്ടാൽ എന്നെ കൊല്ലുമെന്ന്. പക്ഷേ ദൈവം ഒരു അടയാളമൊക്കെ കൊടുത്ത് അതിനെക്കുറിച്ച് വേദ പഠിതാക്കൾ പല രീതിയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആധികാരികമായി പറയുവാൻ എനിക്ക് അതിനെക്കുറിച്ച് അധികം മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദൈവം അവനൊരു അടയാളമിട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൻ്റെ അകത്താണെങ്കിലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ ഒരു വലിയ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ വചനത്തിൻ്റെ നിറവിനാൽ നിറയുവാൻ ദൈവം ഇടയാക്കട്ടെ. കയ്യിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന പരിണിത ഫലങ്ങൾ കയ്യിന് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഭൂമിയിൽ ഉഴുന്നലയുന്നവനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഭയത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് കർത്താവ് പറയുന്നത് പോലെ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നിത്യനരകത്തിന് പോകേണ്ടി വരുമെന്ന് കർത്താവ് എടുത്ത് പറയുന്നുണ്ട്. മൂഢ എന്ന് പറഞ്ഞാലോ നിസ്സാര എന്ന് പറഞ്ഞാലോ ഒക്കെ നമ്മളതിനൊക്കെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഹല്ലേലൂയ. സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നുവെന്നും കർത്താവ് പറയുന്നു. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഭയത്തോടെ ആയിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കേട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഞാൻ ഈ വചനങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ.